ശരി, ഫാദർ ഫിലിപ്പ് കവിയിൽ ചേരുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ് അദ്ദേഹം. ഫാദർ, ഈ ദുരന്ത സ്ഥലം സന്ദർശിച്ചല്ലോ താങ്കൾ. അവിടെ ഒപ്പം ബിഷപ്പ് പാംപ്ലാനി പിതാവും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിലെന്ന് അറിയുന്നു. ഫാദർ ഫിലിപ്പ് കവിയിൽ, പ്രധാനമന്ത്രി നാളെ എത്തുന്നത് കേന്ദ്ര സഹായം വൈകാതെ തന്നെ കേരളത്തിന് കിട്ടും എന്നുറച്ചു വിശ്വസിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടോ? കാരണം കേന്ദ്ര സഹായം അനിവാര്യമാണല്ലോ. അത് മാത്രമല്ല, ഏത് കാറ്റഗറിയിലാണ് ഈ ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തുന്നത് അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇനി മുന്നോട്ടുള്ള ഈ പുനരധിവാസ കാര്യങ്ങൾ നടത്തുന്നതിൽ പോലും അതിനിർണായകം ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുകൂടിയാണല്ലോ. അതിൽ കൈയച്ചുള്ള സഹായം കിട്ടും കേന്ദ്രത്തിൽ നിന്ന് എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടോ താങ്കൾക്ക്? ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവ് നമ്മൾ എല്ലാവരും ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം, നാളത്തെ സന്ദർശനം നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം ഇത് ദേശീയ നിലയിൽ, ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയിൽ കേരളത്തിൻ്റെ ഒരു കോണിൽ നടന്ന ഈ ദുരന്തം അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നു എന്നതിൻ്റെ സൂചനയാണ് നമ്മൾ കാണുന്നത്. പ്രസാദ് സാറ് പറഞ്ഞതുപോലെ ഈ സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സഹായവും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നതിലും കഴമ്പുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് നിയമം അനുസരിച്ചാണല്ലോ. അപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചാൽ അതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടുവാനും സഹായിക്കുവാനും സാധിക്കും. ആ ലഭിക്കുന്ന സഹായത്തിൻ്റെ ഗ്രേഡും വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, എങ്കിലും എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സജീവമായിട്ട് ഇതിൽ ഇടപെടണം. ആ സ്ഥലത്ത് പോയി സന്ദർശിക്കുകയും അവിടുത്തെ ദയനീയമായ അവസ്ഥ അഭിനയ പാംപ്ലാനി പിതാവിൻ്റെ കൂടെ കാണുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അവിടുത്തെ ആളുകളെ ഞാൻ കണ്ടു. ആ ക്യാമ്പുകളിൽ ഞാൻ പോയി. അവിടെയുള്ള വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ, വിവിധ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഒരുപോലെ നിരാലംബരായ മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് വല്ലാത്ത ഭയവിഹ്വലതകളുണ്ട്. പലരും എന്നോട് പറഞ്ഞു, 2-3 ഉമ്മാമാരോട് ഞാൻ സംസാരിച്ച് ഇപ്പോഴും ഓർക്കുകയാണ്. ആ ഉമ്മാമാർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പേടിയാണ് മനസ്സിൽ. ആ ഭീകരാവസ്ഥ ഇപ്പോഴും മനസ്സിലേക്ക് വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവർക്ക് സാമ്പത്തിക സഹായത്തോടൊപ്പം തന്നെ നമുക്ക് അവർക്കൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ പരമാവധി അതിന് ശ്രമിക്കുന്നുണ്ട്. അല്ലാത്ത സന്നദ്ധ സംഘടനയിലെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മറ്റു ചിലർ പങ്കുവെച്ച വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നു, ഫാദറെ, ഈ 2-3 ദിവസങ്ങൾ കഴിഞ്ഞ്, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളുടെ സ്ഥിതി എന്താവും? ഞങ്ങൾ എവിടേക്ക് പോകും? ഗവൺമെൻറ് ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറയുന്നുണ്ട്, പലരും വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ, 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പോകാനൊരിടമുണ്ടോ? അതോ ഈ സ്കൂളിൽ തന്നെ ഇങ്ങനെ കഴിയേണ്ടി വരുമോ? ആ സ്കൂളിൽ നമുക്ക് പോയി താമസിക്കുമ്പോഴേ നമുക്കറിയാവുന്നൊരു കാര്യം, വെറും പലക ബെഞ്ചിലാണ് ഇവർ കിടക്കുന്നത്. ചെറിയ തലയണയൊക്കെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമാണ് അവിടെ. കൊതുക് കടി സഹിച്ച്, ഞാൻ പറയുന്നതിന് കുറ്റം പറയുകയല്ല, നമ്മളൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്നൊരു സ്കൂളിലെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി താമസിക്കേണ്ടി വരുമ്പോൾ, പ്രായമുള്ള ആളുകളുണ്ട് ആ കൂട്ടത്തിൽ, രോഗികളായ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ, കുട്ടികളുണ്ട് ആ കൂട്ടത്തിൽ, ഗർഭിണികളായ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. അവർക്കൊക്കെ വേണ്ടത്ര ഒരു സൗകര്യം അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. അത് കാരണം ആരുടെയും കുറ്റമല്ല. ഇത്രയും ആളുകളെ പെട്ടെന്ന് പെട്ടെന്നൊരു അഭയകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ കുറവുകളുണ്ടാകും. പക്ഷേ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് വളരെ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണം. നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഫ്ലാറ്റുകൾ, എന്തുമാത്രം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഞങ്ങൾ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ചിന്ത മുന്നോട്ട് വെക്കുകയുണ്ടായി. നമ്മുടെ ഓരോ ഇടവകകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കണ്ടെത്തി ആ വീടുകളിലേക്ക് താൽക്കാലികമായിട്ട് ഇവരെ താമസിപ്പിക്കാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമായിരിക്കും. കാരണം ഒരു വീടിൻ്റെ സുരക്ഷിതത്വം അവിടെയുണ്ട്. പിന്നീട് സർക്കാർ പണിത് കൊടുക്കുന്ന ഭവനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലേക്ക് അവർക്ക് സ്ഥിരമായി താമസിക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത്, കേന്ദ്ര ഗവൺമെൻറ്
കേരള ഗവൺമെൻറ്റും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഇവിടെ ഈ മനുഷ്യരെ അവരുടെ വേദനകൾ നമ്മൾ കാണാതിരിക്കാൻ പറ്റിയല്ല. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ എല്ലാവരും വയനാടിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുന്നതിന് കാരണം അവിടെ ഇത്രയധികം മനുഷ്യ ജീവിതങ്ങൾ പൊലിഞ്ഞതുകൊണ്ടാണ്. അതേസമയം അതുപോലെ തന്നെ സമാനമായ ഉരുളുപൊട്ടൽ നടന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ നാദാപുരം ഏരിയയ്ക്ക് അടുത്തുള്ള വിലങ്ങാട് എന്ന പ്രദേശം. അവിടെയും അഭിമന്യ മാർ ജോസഫ് അമ്പളാനി പിതാവും ഞാനും പോവുകയുണ്ടായി. അവിടെയുള്ള അനേകം ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു, ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അവിടെ 13 തൊട്ട് 17 വരെയുള്ള വീടുകൾ ഒന്നുമില്ലാതെ ഒലിച്ചുപോയി. വലിയ ഉരുൾപൊട്ടലുണ്ടായി. ഒരാൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ബാക്കിയുള്ളവർ ദൈവാനുഗ്രഹത്താൽ ഈ ജീവൻ നഷ്ടപ്പെട്ട ആൾ പോയി പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുത്ത് അവരെ മാറ്റി താമസിപ്പിച്ചതുകൊണ്ട് ബാക്കി 35ഓളം ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ മുന്നറിയിപ്പ് കൊടുത്ത ആൾ തിരികെ പോരുന്ന വഴിക്ക് വലിയ ജലപ്രവാഹം അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വെലങ്ങാട് പ്രദേശത്തെ വിഷയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വയനാടിന് കൊടുക്കുന്നത് പോലെ തന്നെ ഈ വെലങ്ങാട്, അവിടെ 70ഓളം ഉരുൾപൊട്ടലുകൾ നടന്നു. പല ചെറിയ ചെറിയ ഗ്രാമങ്ങളിലായിട്ട് ഉരുൾപൊട്ടലുണ്ടായി. അനേകം വീടുകൾ താമസയോഗ്യമല്ലാത്ത സ്ഥിതിയിൽ അവിടെ ഇന്നുണ്ട്. ആർക്ക് പോയാലും കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അവരുടെയും വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. വിലങ്ങാടും അതുപോലെ വയനാടും ഒരുപോലെ ശ്രദ്ധ അർഹിക്കുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾ വളരെ ദുരിതത്തിലാണ്, നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ